നമസ്കാരം. ഏവർക്കും ശ്രീരാഗം ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം. സമ്പത്തിന്റെ ദേവൻ സാക്ഷാൽ ഭഗവാൻ കുബേരനാണ്. ധനധാന്യപതി എന്നാണ് കുബേര ഭഗവാനെ നമ്മൾ വിളിക്കുന്നത്. മഹാലക്ഷ്മി ദേവിയുടെ ഐശ്വര്യം നമ്മളിലേക്ക് വന്നു ചേരുമ്പോൾ ആ ഐശ്വര്യത്തെ കാത്തു സൂക്ഷിക്കുവാനും അതിനെ നമുക്ക് വളർത്തിയെടുക്കുവാനും സഹായിക്കുന്നത് സാക്ഷാൽ കുബേര ഭഗവാന്റെ അനുഗ്രഹം കൂടി ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ കുബേര ഭഗവാനും അതേപോലെ തന്നെ ലക്ഷ്മി ദേവിയും തുല്യമായി നമ്മളിലേക്ക് അനുഗ്രഹം ചൊരിയുന്ന ഈ ഒരു വേളയിൽ ഗ്രഹങ്ങളുടെ മാറ്റവും അതേപോലെ സമയത്തിന്റെ ഗതിയും വളരെ പ്രാധാന്യമർഹിക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് ചില നക്ഷത്രക്കാർക്ക് സാക്ഷാൽ ഭഗവാൻ കുബേരന്റെ അനുഗ്രഹം അല്ലെങ്കിൽ ഭഗവാൻ കുബേരന്റെ ദൃഷ്ടി നേരിട്ട് അവരുടെ ജീവിതത്തിലേക്ക് പതിയുവാൻ പോവുകയാണ്. അദ്ദേഹത്തിന്റെ അനുഗ്രഹം വർഷിക്കാൻ പോകുന്നത് 5 നക്ഷത്രക്കാർക്ക് മുകളിലേക്കാണ്. അതായത് ഒരു മഴ പോലെ ഭാഗ്യം വന്നു ചേരാൻ പോകുന്നു. ജീവിതത്തിലെ സമസ്ത ദുഃഖങ്ങളും മാറി ഭാഗ്യം വന്നു ചേരാൻ പോകുന്ന ആ ഭാഗ്യ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനു മുന്നേ ഒരു മന്ത്രം ഒന്ന് പറഞ്ഞു തരാം. ഓം യക്ഷായ കുബേരായ വൈശ്രവണായ ധനധാന്യാധിപതയെ ധനധാന്യ സമൃദ്ധി മേം ദേഹി ദാപയ സ്വാഹ. അതായത് 5 നക്ഷത്രക്കാർക്കാണ് ഇവിടെ ഭഗവാൻ കുബേരന്റെ അനുഗ്രഹം വന്നു ചേരാൻ പോകുന്നത്. അപ്പോൾ ഈ 5 നക്ഷത്രക്കാർക്കും സാമ്പത്തികമായി വലിയൊരു ഉന്നതിയാണ് തുടങ്ങാൻ പോകുന്നത്. നിങ്ങൾ കഠിനമായി അധ്വാനിക്കുന്നുണ്ട്, ശരിയാണ്. ആ കഠിനാധ്വാനത്തിന്റെ ഫലമായിരിക്കും ഇനി നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നത്. അതല്ലെങ്കിൽ പൂർവീക പുണ്യമായിരിക്കും ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ തിരിഞ്ഞു നോട്ടമില്ലാത്ത മുന്നോട്ട് ഭാഗ്യ ദിനങ്ങൾ വന്നു ചേരുന്നതിന് കാരണമാകുന്നത്. ആദ്യത്തെ നക്ഷത്രം രോഹിണിയാണ്. ചന്ദ്രന്റെ പ്രിയപ്പെട്ട നക്ഷത്രമാണ് രോഹിണി. ഇനിയുള്ള സമയം രോഹിണി നക്ഷത്രക്കാർക്ക് തൊടുന്നതൊക്കെയും പൊന്നാക്കി മാറ്റാനായിട്ട് സാധിക്കുന്ന കാലമാണ്. ദീർഘനാളുകളായി നിങ്ങൾക്ക് മുടങ്ങിക്കിടന്നതായ പണമൊക്കെ തിരികെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിനുള്ള ഭാഗ്യമുണ്ടാകും. കച്ചവടം ചെയ്യുന്നവർക്കും കൃഷി കൊണ്ട് ജീവിതമാർഗം പുലർത്തുന്നവർക്കും ലാഭം കൊയ്യുവാനായി സാധിക്കുന്നതാണ്. കുബേര ഭഗവാൻ ഒരു മാർഗം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും കുബേര യന്ത്രം നിങ്ങൾ ഗൃഹത്തിൽ വെച്ചാൽ എങ്ങനെയാണ് ഭാഗ്യം വന്നു ചേരുക എന്നതുപോലെ തന്നെ നിങ്ങളുടെ പണപ്പെട്ടി ഇനി ധനത്താൽ നിറയുന്ന സമയമാണ് ആരംഭമാകുന്നത്. ഇനി രണ്ടാമത്തെ നക്ഷത്രമായി വരുന്നത് പുണർദമാണ്. ശ്രീരാമചന്ദ്രന്റെ നക്ഷത്രമാണ് പുണർദം. കഷ്ടപ്പാടുകൾ ഒരുപാട് അനുഭവിച്ച നിങ്ങൾക്ക് കഷ്ടപ്പാടുകൾക്കുള്ള ഒരു അറുതി വരാൻ തുടങ്ങുന്നു. വീട് പണി പൂർത്തിയാക്കാനായി പാടുപെടുന്നവരാണ് നിങ്ങളെങ്കിൽ അത് വേഗത്തിൽ പൂർത്തീകരിക്കാൻ ഇനി സാധിക്കും. പുതിയൊരു വാഹനം വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കും ഭഗവാൻ കുബേരൻ തുണയായി നിൽക്കുന്നതാണ്. കടബാധ്യതകളൊക്കെ തീർക്കാനുള്ള വഴി നിങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞു വരികയും മനസ്സിന് സമാധാനവും സന്തോഷവും അതിലുപരി കയ്യിൽ സമ്പത്തും വന്നു ചേരുന്നതാണ്. ഇനി മൂന്നാമത്തെ നക്ഷത്രമായി വരുന്നത് പൂയമാണ്. അതിവിശേഷമായ ഒരു നക്ഷത്രമാണ് പൂയം. ഭാഗ്യം ഒരുപാട് അനുഭവിക്കാൻ യോഗമുണ്ട്. ബൃഹസ്പതിയുടെ അനുഗ്രഹമുള്ള നക്ഷത്രം എന്ന് തന്നെ നമുക്ക് പൂയം നക്ഷത്രത്തെ വിശേഷിപ്പിക്കാവുന്നതാണ്. തൊഴിൽപരമായി നോക്കുമ്പോഴൊക്കെ ഒരു വലിയ അംഗീകാര ലഭ്യതയ്ക്കുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ശമ്പള വർധനവോ സ്ഥാനക്കയറ്റമോ നിങ്ങൾക്ക് അതിലൂടെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത സോഴ്സുകളിൽ നിന്നൊക്കെ ധനം ധാരാളം കൈവന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. കുബേരൻ നിങ്ങളുടെ ഖജനാവ് അല്ലെങ്കിൽ നിങ്ങളുടെ പണപ്പെട്ടി ഇനി നിറയ്ക്കാൻ പോകുന്ന സമയമാണ് തുടങ്ങുന്നത്. അടുത്ത നക്ഷത്രം അത്തമാണ്. അത്തം നക്ഷത്രക്കാർക്കും സുവർണ കാലഘട്ടമാണ് തുടങ്ങുന്നത്. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്കും കലാകാരന്മാർക്കുമൊക്കെ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പണം പല വഴി കയ്യിലേക്ക് വന്നു ചേരും. പക്ഷേ അത് ദൂർത്തടിക്കാനോ അനാവശ്യമായി ചിലവായി പോകാതിരിക്കാനോ നിങ്ങൾ സൂക്ഷിക്കുക. എപ്പോഴും ഭഗവാൻ കുബേരനെ മനസ്സിലൊന്ന് സ്മരിക്കുക. ലോട്ടറി ഭാഗ്യം പോലെയുള്ള ഭാഗ്യങ്ങൾ കടാക്ഷിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അടുത്ത നക്ഷത്രം തിരുവോണമാണ്.
സാക്ഷാൽ പെരുമാളിന് നക്ഷത്രം കൂടിയാണ് തിരുവോണം. ഇവിടെ കുബേര ഭഗവാന്റെ അനുഗ്രഹം പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ഉണ്ടാകുന്ന സമയമാണ്. സ്ഥലം വാങ്ങുവാനോ സ്വർണം വാങ്ങാനോ ഒക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും നല്ല ഉത്തമമായ അനുയോജ്യമായ സമയമാണ്. കുടുംബത്തിൽ ചില മംഗളകർമ്മങ്ങൾ നടക്കാനും അതിനു വേണ്ട ധനം വന്നു ചേരാനും ഒക്കെ യോഗം കാണുന്നുണ്ട്. അപ്പോൾ ഈ നക്ഷത്രത്തിൽപ്പെട്ടവർ മാത്രമല്ല അല്ലാത്തവരും ശ്രദ്ധിക്കേണ്ടതായ ഒരു പ്രധാന കാര്യം കൂടി പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കുക. അതായത് കുബേരൻ സമ്പത്ത് തരുന്നത് ശരിയാണ്, പക്ഷെ അത് വിനിയോഗിക്കുമ്പോൾ നമ്മളാണ് സൂക്ഷിക്കേണ്ടത്. അഹങ്കാരം ഒഴിവാക്കുകയും മറ്റും ചെയ്താൽ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് കൂടുതലായി വന്നു ചേരും. ഗൃഹത്തിൽ ദിവസവും രാവിലെയും വൈകിട്ടും ദീപം തെളിയിക്കുമ്പോൾ കുബേര ഭഗവാനെ കൂടി നിങ്ങൾ മനസ്സിൽ ധ്യാനിക്കുക. വടക്കു ദിക്കിന്റെ നാഥനാണ് കുബേരൻ. അതിനാൽ തന്നെ വടക്കോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുന്നത് കൂടി കുബേര ഭഗവാന്റെ അനുഗ്രഹം വന്നു ചേരുന്നതിന് സഹായിക്കും. കിട്ടുന്നതായ ഒരു ധനത്തിന്റെ ഒരു ചെറിയ ഭാഗം ധർമ്മകാര്യങ്ങൾക്ക്, അതായത് ദാനം ചെയ്യുന്നതിനോ ഒക്കെ മാറ്റിവെക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും കുബേര കടാക്ഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.